ദേ വാക്കാണ് നിങ്ങൾ പക്ഷേ ഉപയോഗിച്ചത്. ടോൺ വേറെയാണ് ലാലേട്ടാ. ടോൺ എന്നൊക്കെ പറഞ്ഞാൽ ശോഭ പ്ലീസ് ടോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ടോൺ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ടോണുകളിൽ നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ? ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിലെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടത്. അതായത് അഖിലിനെയും ശോഭയെയും കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ച് ലാലേട്ടൻ സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ശകലം. വിഷയം എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് ശേഷം പുറത്ത് വന്നിട്ട് ശോഭ ഇതിനെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ശോഭയുടെ ഒരു കാരുണ്യത്തിലാണ്, അല്ലെങ്കിൽ ശോഭയുടെ ദയ കൊണ്ടാണ് അഖിൽ മാരാർ ഇപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പുറത്ത് സോഷ്യൽ മീഡിയയിൽ അത് നല്ല രീതിയിൽ ശോഭയുടെ അനുകൂലികളായിട്ടുള്ള ആളുകൾ അത് നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ അവിടെ നടന്നത് രണ്ടു പേർക്കും ഒരേപോലെയുള്ള ശിക്ഷ അല്ലെങ്കിൽ ഒരേപോലെയുള്ള കാര്യങ്ങളാണ് രണ്ടുപേരും പ്രവർത്തിച്ചത് എന്നാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞു വെച്ചത്. കാരണം ഈ സുഖിപ്പിക്കൽ എന്നുള്ള വാക്ക് ശോഭയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശോഭ പറയുന്നത് ട്യൂണ് വേറെയാണെന്നുള്ളത്. പക്ഷേ ട്യൂണ് വേറെയാണോ എന്നുള്ളതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ വാക്ക് ഒന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശോഭയെയും ലാലേട്ടൻ അവിടെ ശകാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബിഗ് ബോസിൻ്റെ കണ്ണിൽ ഇവർ രണ്ടുപേര് ചെയ്തതും തെറ്റാണ്. ശിക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരേ ശിക്ഷ തന്നെയായിരിക്കും കൊടുക്കേണ്ടി വരിക. പക്ഷേ ശോഭ പുറത്ത് വന്ന് സംസാരിച്ചപ്പോൾ ശോഭ അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ ദയ കൊണ്ടാണെന്നുള്ളത്. പക്ഷേ സെറീന അത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അല്ലേ എന്ന് ശോഭയോട് ചോദിച്ചപ്പോൾ ശോഭ ഒരിക്കലും തിരുത്താൻ വേണ്ടി പോയില്ല. അത് ഒരു പക്ഷേ ലാലേട്ടൻ ഇനി വരുമ്പോൾ തിരുത്തുമായിരിക്കും.